അപ്പോൾ ഗൈസ് നമ്മള് നേരെ പോകുന്നത് സുന്ദരപാണ്ഡ്യപുരത്താണ്. അവിടെ ഈ ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴറിയാം ഫ്ലവർ ഉണ്ടോ ഇല്ലേ എന്ന്. എന്തായാലും അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം അങ്ങോട്ട് പോകുന്നത് എല്ലാം കാണാം. ഓക്കെ, ബൈ. ഒരു പാക്കറ്റ് 55 അല്ല, അത് അതുകൊണ്ട് ചത്താണ് 50. കട്ടി കൂടിപ്പോയി. ഒരാള് മിണ്ടാതിരുന്ന് ഫുഡ് കയറ്റുന്നുണ്ട്. മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചിലേറും കനവുകളും ഒരു പിടി കാവലായി വഴി നമ്മളപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരാളെ കാണാനില്ല. എങ്ങോട്ട് നോക്കും? നന്നായിട്ട് ഞങ്ങളുടെ ജേർണി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ മൈലാമൂട് കഴിഞ്ഞു. ഇനി ഏകദേശം 1 മണിക്കൂറും 1.5 hour. ഓക്കെ, 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഗൈസ്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ബാക്കി കാണിച്ചു തരാം.
പകർന്നു തരുമൊരു കിനാവിൽ തുളുമ്പും തരംഗമച്ച തമിഴ വന്ന കുടലി വരും ആ വഴി തിരുവിഴ ചെല്ലത്തമിഴിൽ അൻപത്തിരയുണരുമായിരം പുതുകിടം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഏകദേശം എത്താറായിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ റേഞ്ചിനുള്ളിൽ നമ്മൾ എത്തുന്നതാണ്. അപ്പം തമിഴ്നാട്ടിൻ്റെ ഒക്കെ ബോർഡറൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി സുന്ദരപാണ്ഡ്യപുരം. അപ്പം നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് കാണേണ്ട സ്ഥലമാണ്. നല്ല വ്യൂ, നല്ല സെറ്റ്. അതാ കണ്ടിട്ടില്ലാത്തവരൊക്കെ വന്ന് കാണണം. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ സൂര്യകാന്തി കാണാൻ പോകണം. അതിന്റെ ലൊക്കേഷൻ അവിടെ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിനി നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകണം. എന്തായാലും ഇതുവരെയുള്ള യാത്ര ഭയങ്കര വൈബായിരുന്നു. ഇവിടെ ഒരാൾ ഉറക്കത്തിലാണ്. കാണിച്ചുതരാം. ചിരിച്ചും കൊണ്ട് ഉറങ്ങണം. ആളുറക്കമാണ്. ചിരിച്ചും കൊണ്ട് ഉറങ്ങണം. ഞങ്ങള് വീണ്ടും ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം വ്ളോഗിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇനി ഞങ്ങൾ പോകുന്ന എവിടെയാണ്, ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പൊ ശരി, ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഇവിടെ ഒരു കടകൾ പോലും ഇല്ല. കടകൾ ഞങ്ങള് തമിഴ്നാട് നമ്മളൊരു ഉച്ച സമയത്താണ് ഈ തമിഴ്നാട് ബോർഡർ കയറിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. പക്ഷെ ഒരു കട പോലും കണ്ടില്ല. കയറാൻ പറ്റിയ രീതിക്കുള്ള കടയൊന്നും കണ്ടില്ല. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് പോയി. അപ്പൊ ഇനി തോന്നണ്ട ഫുഡ് കഴിക്കാൻ പറ്റുമോ. ഞങ്ങളിപ്പോ കയ്യിലുള്ള ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മിക്കവാറും പട്ടിണിയാവും തോന്നുന്നു. മിക്കവാറും ഇനി വൈകിട്ട് എന്തെങ്കിലും കഴിക്കാനേ പറ്റുള്ളൂ. ഇവിടുന്ന് തിരിച്ചു പോയിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സൺഫ്ലവർ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. ഗൈസ്, അപ്പം നമ്മളങ്ങനെ സുന്ദരപാണ്ഡ്യപുരം എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സൺഫ്ലവറിൻ്റെ ഒരു സ്പോട്ട് കണ്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പൊ ഗൈസ്, അങ്ങനെ കാത്തിരിപ്പിന് ഒടുവിലായിട്ട് നമ്മൾ അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ് സുന്ദരപാണ്ഡ്യപുരം, തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ കൊള്ളാം, നന്നായിട്ടുണ്ട്. സോറി, ഞാൻ സോൺ ഔട്ട് ആയിപ്പോയി. വെയിലുണ്ട്, അപ്പൊ അതുകൊണ്ട് കുറച്ച് പാടാണ്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതും ഒരു ടാസ്ക് ആണ്. കാരണം അതുകൊണ്ട് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫുഡ് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഫുഡിൻ്റെ കാര്യം കുറച്ച് ടാസ്ക്കാണ്. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഫുഡും എല്ലാം പാഴ്സലായിട്ടും എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കടയില്ല. അതാണ് വേറെ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്.
ഇവിടെ രണ്ടുപേര് വിശന്ന് തളർന്നിരിക്കണം. ഞാനും വിശന്ന്, എനിക്ക് വിശപ്പ് വന്ന ഒരു പരിപാടി നിപ്പുണ്ട്. ഞങ്ങള് ഓൾറെഡി വെയിലുമാണ്. ഫുഡ് കഴിക്കാൻ ഞങ്ങള് രാവിലെ കഴിച്ചതാണ്, ഇതുവരെയും ഒന്നും കഴിച്ചു. അത് തന്നെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇവിടുന്ന് എന്തെങ്കിലും കട ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങള് ഒരു കടയും ഇല്ല. എന്നുവെച്ചാൽ ഫുള്ള് ഇവിടെ മറ്റേ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. കടയെന്ന് പറയുന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങള് പറഞ്ഞല്ലോ ഫുഡൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങിയിട്ടും വേറെ കടകളൊന്നും കണ്ടില്ല. ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫുഡൊന്നും കിട്ടിയില്ല. പുറത്തിറങ്ങിയ കടകളുണ്ടോന്ന് നോക്കി അതും ഇല്ല. ഫുഡ് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു കടയിൽ തൽക്കാലം കണ്ട് ലൈസ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിങ്കോ ആണ് കഴിക്കണത്. ഒരു മുറുക്ക് വാങ്ങിച്ചാൽ അതും കൊള്ളൂല, ചീത്തായി. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫുഡ് കൊണ്ടുവരണം പാഴ്സലായിട്ട്, അല്ലെങ്കിൽ പെട്ടുപോകും കേട്ടോ. അതൊരു അഡ്വൈസ് ആയിട്ട് എടുത്തോ ഗൈസ്. ലഞ്ചൊന്നും ഇല്ല, അടുത്ത പഴമാണ് വാങ്ങിച്ചിരിക്കുന്നത്. എങ്ങനെയാ പഴം കിട്ടി ഗൈസ്? അങ്ങനെ കിട്ടി ഗൈസ്. പഴത്തിന് ഒരു ക്ഷാമവും ഇല്ല. അപ്പൊ ഞങ്ങൾ അടുത്ത് പഴം കഴിക്കാം. വീണ്ടും അഡ്വൈസ്, ഇവിടെ വരുന്നവര് ഫുഡ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ പഴത്തിന് ക്ഷാമം ഉണ്ട്, എക്സ്പെൻസീവ് ആണ്. ഒരെണ്ണത്തിന് 5 രൂപ. നല്ല പൈസ ഉണ്ട്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഇറങ്ങല്ലേ, നോക്ക് അങ്ങോട്ട് സ്ഥലമുണ്ട്. മിണ്ടായി കുഞ്ഞു, അവിടെ സ്ഥലമുണ്ടെന്ന് എനിക്ക് പറ്റൂല. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് ഒരു വഴി ചോദിച്ചു വന്നതാണ്. ലാസ്റ്റ് ഇതാ കണ്ടില്ലേ, പുഴയുടെ നടുക്ക് കൊണ്ട് എന്തോ ഒരു റൂട്ട് പറഞ്ഞ് ഞങ്ങള് വന്ന് കയറി. ഞങ്ങള് വെള്ളത്തിൽ വീഴാത്ത ഭാഗ്യം. ഇപ്പൊ കിട്ടിയ സ്ഥലത്ത് ഒന്നാമത് ഇത് ഇന്നോവ കാറും കൂടെയാണ്. അപ്പം പാർക്കാനൊന്നും സ്ഥലമില്ല. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അറിഞ്ഞുകൂടെ, ഇറങ്ങി നോക്കട്ടെ. നമ്മൾ അങ്ങനെ അടുത്ത സ്പോട്ടിലോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കൊള്ളാം, സ്ഥലം കൊള്ളാം. ഇത് കണ്ടോ, അവിടെ കുറച്ച് സൺഫ്ലവർ ഉണ്ട്. അതും കൂടെ കാണാനുള്ള ഒരു പ്ലാനിലാണ്. കൊള്ളാം സ്ഥലം. നമ്മളെ വന്ന വണ്ടി. ഓ, നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി, കൊള്ളാം. നല്ല കാറ്റും നല്ല വൈബും. മുകേഷ്, അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പക്ഷെ കുറച്ചേ ഉള്ളൂ, എല്ലാം വരുന്നതേ ഉള്ളൂ. കാണിച്ചുതരാം. 4 കിലോ 100 രൂപ വരട്ടെ. നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കൊള്ളാം, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കരിഞ്ഞു പോയി കേട്ടോ. പക്ഷെ നേരത്തെ പോയ അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെക്കാട്ടിയും ഇരട്ടി ഇവിടെ ഉണ്ടായിരുന്നു. കണ്ട വലിയ പൂ. അതെ, കുറച്ച് ദിവസത്തിന് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല സെറ്റ് ആയിരുന്നു. ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ, ഈ ഒരു സൈഡിലായിട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെയൊക്കെ ഓണസമയമൊക്കെ ആകുമ്പോഴേ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ ഒരു കട കണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച് ലാസ്റ്റ് അന്യൻ പാറയുടെ സൈഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇതും കൂടെ കണ്ടിട്ട് തിരിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പം അതിൻ്റെ സൈഡിൽ ഇത് കണ്ടോ, ഇതൊരു പുഴയാണ് കേട്ടോ. അന്യൻ പാറ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം, ബാക്ക് ക്യാമറ കണ്ടോ. ഇതാണ് അന്യൻ പാറ.
അടിപൊളി ബ്യൂട്ടിഫുൾ സ്പേസ്. അപ്പം കഴിച്ച് അപ്പം നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി 1.5 മണിക്കൂറുണ്ട് ട്രിവാൻഡ്രത്തും. അപ്പം അതിൻ്റെ ഇടയിൽ ക്ഷീണമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ടൻ കുടിക്കാനായിട്ട് കയറി. താങ്ക് യു.